ഇന്നത്തെ വീഡിയോ എളുപ്പത്തിൽ മീൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിൽ ഞാൻ സവാള തക്കാളി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ കറി 3-4 ദിവസം നമുക്ക് കഴിക്കാം. ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അയലയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മീൻ മുളകിടാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്തിരി കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാല പൗഡേഴ്സ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട കൊടംപുളിയാണ്. ഞാൻ കൊടംപുളി കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റാം. കൊടംപുളി ഇല്ലെങ്കിൽ വാളൻപുളി എടുത്താലും മതിയാവും. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.